നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. ഒരു ഇക്കിളിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് ഏതോ ഒരു പെൺകുട്ടിയായിട്ട് ഇവൻ നടത്തേണ്ടതാണ് ഇപ്പൊ ഈ പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടി പുറത്തു വിട്ടു നടക്കുന്നേ. എന്തൊക്കെയാ എന്താ പറ എനിക്കറിയില്ല. ആ പെൺകുട്ടി അവള് തന്നെ പുറത്തു വിട്ടിരിക്കുന്ന ഒരു ചാറ്റാണ് ഇപ്പം നമ്മുടെ കിടന്ന് കറങ്ങി എന്തോ മിന്നായം പോലെ കണ്ടു. ബട്ട് ഞാൻ അന്ന് കണ്ട പോലെ ഇത്രയും ഞാൻ കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ. സത്യമാണോ പറയുന്നേ? ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ. ഇവൻ എന്ത് കണ്ടപ്പോളാ? നമ്മള് ആലോചിച്ചങ്ങ് വേറെ കാട് കയറുന്നുണ്ട്. ഞാൻ ഒന്നും പറയും. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കാര്യം. നീ വല്ലതും ചെയ്ത അവൻ അന്ന് കണ്ടപ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലുതായിരുന്നു. നീ ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ട എന്തെങ്കിലും ചെയ്ത ഇത്രയും അല്ലല്ല വലുതായിരുന്നല്ല, ഞാനന്ന് കണ്ടപ്പോ ഇത്രയും ഉണ്ടായിരുന്നില്ല. നീ എന്തെങ്കിലും ചെയ്ത് വലുതാക്കിയോ? എന്ത് വലുതാക്കിയോ? ഉടനെ ആ അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി പറയുകയാണ്, പോടാ മൈ, അത് ആ ഡ്രസ്സിന്റെ ആണ്. എന്നാലേ ഞാൻ കരുതി ഒന്നുമില്ലാന്ന്. എന്നാലേ ഞാൻ കരുതി ഒന്നും ഇല്ലാന്ന്. എവിടെന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തി. അവനൊന്നും ഇല്ലാന്ന് കരുതിയെന്ന്. ഷേ ഇപ്പം മനസ്സിലായി നല്ലോണം ഉണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്റെ ആദ്യത്തെ ചോദ്യം, അവനെ നമുക്ക് പിന്നെ അങ്ങോട്ട് ശരിയാക്കാം. ആദ്യത്തെ ചോദ്യം, ഈ പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടി താങ്കൾക്ക് എങ്ങനെ ഈ സാധനമൊക്കെ കിട്ടുന്നു? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഒരുത്തന്റെ പ്രൈവറ്റ് ചാറ്റ് അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ആങ്കർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് അയച്ചു തന്നതാണോ? താനാരടോ തറ? വേറൊരു തറയായതുകൊണ്ടല്ലേ താൻ ഈ തറപ്പണികളൊക്കെ ചെയ്തത്? പച്ചാളം പാപ്പച്ചന്റെ പച്ചയായ രൂപം താൻ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.